ആദരണീയനായ നമ്മുടെ മുൻ രാഷ്ട്രപതി ഇന്ത്യൻ മിസൈൽ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകിയ മഹാനായ ശാസ്ത്രജ്ഞനും ലോകം കണ്ട എക്കാലത്തെയും വലിയ മോട്ടിവേഷൻ ഗുരുവുമായ ഡോക്ടർ അബ്ദുൽ കലാം സാറിൻ്റെ വാക്കുകളാണിത്. അതിരുകളില്ലാത്ത സ്വപ്നങ്ങൾ കാണുവാനും കഠിനാധ്വാനത്തിലൂടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാനും നമ്മെ പഠിപ്പിച്ച ശ്രീ അബ്ദുൽ കലാം സാർ. പരുന്തിൻ്റെ ജീവിത രീതി നമുക്ക് ഏറെ പഠിക്കാനുണ്ടെന്ന് ശ്രീ കലാം സാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പരുന്തി എപ്പോഴും മറ്റു പക്ഷികളോടൊപ്പം പറക്കാറില്ല. പരുന്തിൻ്റെ ഒപ്പം മാത്രമേ പറക്കൂ. മഴയെന്ന പ്രതിസന്ധിയെ മറ്റു പക്ഷികൾ ഭയത്തോടെ കണ്ട് അവ വൃക്ഷങ്ങളുടെ ചില്ലകളിൽ അഭയം തേടുമ്പോൾ പരുന്ത് മഴമേഘങ്ങൾക്ക് മുകളിലൂടെ പറന്ന് മഴയെന്ന പ്രതിസന്ധിയെ മറികടക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിലും നെഗറ്റീവ് ചിന്താഗതിക്കാരായ എപ്പോഴും പരിഭവങ്ങളും പരാതികളും പറയുന്ന ആളുകളുണ്ടാവും. അവരോടൊപ്പം കൂട്ടുകൂടിയാൽ നമ്മളും അതുപോലെ ആയിത്തീരുമെന്നാണ് കലാം സാർ നമ്മെ ഉപദേശിക്കുന്നത്. ജീവിതത്തിൽ വിജയിച്ചവരെല്ലാം തന്നെ തങ്ങളുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റിയാണ് ജീവിത വിജയം കരസ്ഥമാക്കിയിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിലും കൊടുങ്കാറ്റുകളുണ്ടാകും. പക്ഷേ പരാജയങ്ങളുടെ കാലത്താണ് ഭാവി വിജയങ്ങളുടെ വിത്തുകൾ ഏറ്റവും നന്നായി പാകുവാൻ നമുക്ക് സാധിക്കുന്നത്. പരാജയം ഒരിക്കലും അവസാനമല്ല, അത് വിജയത്തിൻ്റെ ആദ്യപടിയാണ്. ആദ്യ പരാജയം അഭിമുഖീകരിക്കാൻ ഒരിക്കലും ഭയക്കരുത്. കലാം സാറിൻ്റെ മനോഹരമായ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ ഏറെ നമ്മെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. കുട്ടിക്കാലത്ത് തന്നെ കലാം സാർ എല്ലാ കാര്യങ്ങളെയും ആത്മവിശ്വാസത്തോടെ സമീപിക്കുകയും അത്ഭുതത്തോടെ ആകാശങ്ങളെയും അതിലൂടെ പറന്നു നടക്കുന്ന പറവകളെയും നോക്കിക്കാണുമായിരുന്നു. ഞാനും ഈ പറവകളെപ്പോലെ ആകാശത്തിലൂടെ പറക്കാൻ അതിയായി ആഗ്രഹിച്ചു. കേവലം ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ ജനിച്ച മാതാപിതാക്കളുടെ മകനായിരുന്നതിനാൽ പോലും ഒരു നാൾ ആകാശത്തേക്ക് ഇതുപോലെ കുതിച്ചുയരാൻ കഴിയുമെന്ന ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നു. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഞാൻ ഫിസിക്സ് തിരഞ്ഞെടുത്ത് പ്രസിദ്ധമായ സെൻറ്റ് ജോസഫ് കോളേജിൽ BSc ചേർന്നു. പഠനം തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എൻ്റെ തെറ്റ് മനസ്സിലായത്. ഫിസിക്സ് എൻ്റെ വിഷയമല്ലെന്ന്. എൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണമെങ്കിൽ ഞാൻ എൻജിനീയറിങ്ങിന് പോകണമായിരുന്നു. വൈകി ചെയ്യുന്നത് ഒരിക്കലും ചെയ്യാത്തതിനേക്കാൾ നല്ലതാണെന്ന് സ്വയം പറഞ്ഞാണ് ഞാൻ മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ പ്രവേശനത്തിന് അപേക്ഷ നൽകുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികളുടെ പട്ടികയിൽ ഞാൻ സ്ഥാനം പിടിച്ചെങ്കിലും അതിനുള്ള 1000ഓളം രൂപയുണ്ടാക്കാൻ എൻ്റെ പിതാവിന് സാധിക്കുമായിരുന്നില്ല. ഈ നിർണായക സമയത്താണ് എൻ്റെ സഹോദരി സ്വർണ്ണവളയും മാലയും പണയം വെച്ച് പണമുണ്ടാക്കി തന്നു. എന്നെ വിദ്യാസമ്പന്നനായി കാണുവാനുള്ള അവരുടെ ആഗ്രഹവും എൻ്റെ കൈവിലർപ്പിച്ച വിശ്വാസവും എന്നെ ആഴത്തിൽ സ്പർശിച്ചു. സ്വന്തം കൈവിൽ സ്വർണം തിരിച്ചെടുക്കണമെന്ന് ഞാൻ ദൃഢനിശ്ചയമെടുത്തു. ഏറ്റവും നന്നായി പഠിച്ച് സ്കോളർഷിപ്പ് നേടുക എന്നത് മാത്രമാണ് ഏകമാർഗം. ആദ്യ വർഷം പൂർത്തിയായതിനു ശേഷം ഞാൻ എയറോനോട്ടിക് എഞ്ചിനീയറിംഗ് തിരഞ്ഞെടുത്തു. തിരിച്ചടികളും നിരാശകളും ഒക്കെ ഉണ്ടായെങ്കിലും പിതാവിൻ്റെ പ്രോത്സാഹനമായ വാക്കുകളാണ് എനിക്ക് കരുത്തായത്. മറ്റുള്ളവനെ അറിയുന്നവൻ അറിവുള്ളവനാണ്. തന്നെ അറിയുന്നവനാണ് ബുദ്ധിമാൻ. ബുദ്ധി കൂടാതെയുള്ള അറിവ് നിഷ്പ്രയോജനം. എൻ്റെ ആദ്യ അധ്യാപകൻ്റെ ഉപദേശം നല്ല അടിത്തറകൾ ഉണ്ടാവുക എന്നതാണ് പ്രധാനമെന്ന്. നമുക്ക് നമ്മുടേതായ സ്വന്തം വിമാനം ഉണ്ടാക്കാമെന്ന ശീർഷകത്തിൽ തമിഴിൽ ഞാൻ ഒരു ലേഖനം എഴുതി. തമിഴ് എൻ്റെ മാതൃഭാഷയാണ്. ശാസ്ത്രം അത്ഭുത ഭാഷയുടെ പുറത്ത് നിൽക്കരുതെന്ന് എനിക്ക് അതീവ താല്പര്യമുണ്ടായിരുന്നു. MITയിലുണ്ടായ സംഭവങ്ങളിൽ എന്നെ ഏറെ സ്പർശിച്ച സംഭവം പ്രൊഫസർ ബോണ്ടനുമായി ബന്ധപ്പെട്ടതാണ്. വിടവാങ്ങൽ ചടങ്ങിൽ ഞങ്ങൾ ഒത്തുചേർന്നുള്ള ഒരു ചിത്രമെടുക്കാൻ, ഒരു ഫോട്ടോ എടുക്കാൻ നിന്നു. മുൻനിരയിലുള്ള പ്രൊഫസർമാരുടെ പിന്നിലായി 3 നിരകളിലായി ബിരുദ വിദ്യാർത്ഥികൾ. പെട്ടെന്ന് പ്രൊഫസർ സ്പോണ്ടർ എഴുന്നേറ്റ് നിന്ന് ഏറ്റവും പിന്നിനിരയിലായിരുന്ന എന്നെ അവരോടൊപ്പം മുൻനിരയിലേക്ക് ഇരിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം ക്ഷണിച്ചു. ഞാൻ പഠിപ്പിച്ചിട്ടുള്ളവരിൽ വെച്ച് ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥിയാണ് നീ. ഒരു കാലത്ത് നീ ഈ സ്ഥാപനത്തിന് മാത്രമല്ല ഈ രാഷ്ട്രത്തിന് തന്നെ അഭിമാനമായി മാറും. അന്ന് നിൻ്റെ ഗുരുക്കന്മാർ അഭിമാനത്തോടെ പറയും, അബ്ദുൽ കലാം എൻ്റെ ശിഷ്യനായിരുന്നു എന്ന്. എനിക്ക് വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നിയ നിമിഷമായിരുന്നു. കലാം സാറിൻ്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കും അഭിമാനം തോന്നുന്നു. നിങ്ങളുടെ ഭൂതകാലത്തെ ഖേദമില്ലാതെ സ്വീകരിക്കുക. നിങ്ങളുടെ വർത്തമാനകാലത്തെ ആത്മവിശ്വാസത്തോടെ കൈകാര്യം ചെയ്യുക. ഭാവിയെ ഭയമില്ലാതെ നേരിടുക. സ്വപ്നങ്ങൾ സൗജന്യമാണ്, എന്നാൽ ലക്ഷ്യങ്ങൾക്ക് വിലയുണ്ട്. സമയത്തിൻ്റെ വില, വിയർപ്പിൻ്റെ വില, ത്യാഗത്തിൻ്റെ വില. സൗജന്യമായ സ്വപ്നങ്ങൾ കണ്ട് വിലയേറിയ ലക്ഷ്യങ്ങൾ കരസ്ഥമാക്കുക.
വേരിൽ നിന്നാണ് തുടക്കമെങ്കിലും ആകാശത്തോളം സ്വപ്നങ്ങൾ കാണുക. തീർച്ചയായും സ്വപ്നങ്ങൾ നിങ്ങളെ തേടി വരും. കലാം സാറിൻ്റെ വാക്കുകൾ.